നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി, അത്തം, തിരുവോണം അങ്ങനെയാണ് അതിന്റെ അനുജന്മ നക്ഷത്രങ്ങൾ. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ ദശാകാലങ്ങളാണ്. അതിന്റെ ദശകൾ കടന്നു പോകുന്ന കാര്യങ്ങൾ. ഓരോ ദശയിലും എന്തൊക്കെ സംഭവിക്കും, അതിന് നിങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ദൈവങ്ങളെയാണ് നിങ്ങൾ ഭജിക്കേണ്ടത്, അല്ലെ എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് നിങ്ങൾ അതിന് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഇപ്പൊ രോഹിണി നക്ഷത്രത്തിന്റെ ആദ്യ ദശ എന്ന് പറയുന്നത് ചന്ദ്രദശയാണ്. രോഹിണി നക്ഷത്രത്തിന്റെ ആദ്യ ദശ, അത് ജന്മദശ എന്ന് പറയും. ജന്മദശ ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ജന്മദശാകാലങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടിയും കുറഞ്ഞു ഇരിക്കുമെന്ന്. ഒരു പാദം അനുസരിച്ച് കൂടിയും കുറഞ്ഞു ഇരിക്കും. ഒന്നാം പാദം രണ്ടാം പാദം ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ ചന്ദ്രദശ കൂടിയിരിക്കും. അത് പിന്നോട്ട് വരും തോറും മൂന്നാം പാദം നാലാം പാദം വരുംതോറും ആദ്യത്തെ ദശ കുറഞ്ഞു വരും. പിന്നെ ബാക്കി എല്ലാ ദശകളും അതിന്റെ അതാത് കാലങ്ങൾ തന്നെയാണ് യഥാക്രമം വരുന്നതാണ്. അതിന് മാറ്റമൊന്നുമില്ല. ജന്മദശയ്ക്ക് മാത്രമേ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ചന്ദ്രദശ എന്ന് പറഞ്ഞാല് തണുപ്പൻ ദശയാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ അതോടൊപ്പം തന്നെ ചന്ദ്രദശയില് ഏറ്റവും വേഗത്തിൽ ഭ്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹവുമാണ് ചന്ദ്രൻ. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം പെട്ടെന്ന് ചെയ്ത് ജോലികൾ തീർക്കുന്ന ഒരു നക്ഷത്രമാണ്. ആ സമയത്ത് എല്ലാം വേഗത്തിൽ തന്നെ കാര്യങ്ങളാകും. കാരണം ജനിക്കുന്ന ദശ ഈ രോഹിണി നക്ഷത്രക്കാര് കുഞ്ഞു കുട്ടിയായിരിക്കുമല്ലോ. പക്ഷെ അവരുടെ മാതാപിതാക്കൾക്കാണ് ഇതിന്റെ സ്വഭാവങ്ങളും അല്ലെ ഇതിന്റെ ഗുണങ്ങളും അല്ലെ എന്താ അതിന്റെ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ ദശാകാലം മാതാപിതാക്കളിലേക്കും കുടുംബത്തിലെ മറ്റംഗങ്ങളിലേക്കുമാണ് അതിന്റെ വിവക്ഷ വരുന്നത്. കുഞ്ഞിനും അതിന്റെ അനുരണനം വരുമെങ്കിലും കൂടുതലായിട്ടും മാതാപിതാക്കൾക്കായിരിക്കും. കാരണം ഇത് തീരെ പൊടിക്കുഞ്ഞല്ലേ. പക്ഷെ ആ കുഞ്ഞിന്റെ ജനനത്തോടു കൂടി ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങള് കുടുംബത്തില് ഒന്നെങ്കിൽ മിക്കവാറും വീടില്ലാത്തവർക്കാണെങ്കിൽ വീട് വാങ്ങും, വസ്തുവകകൾ ഇല്ലാത്തവർക്കാണെങ്കിൽ അത് വാങ്ങാനുള്ള അവസരം ഉണ്ടാകും. അങ്ങനെയുള്ള പുണ്യകാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ബാലാരിഷ്ടതകൾ ഉണ്ടാകും. ഈ കുട്ടിക്ക് ബാലാരിഷ്ടതകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ചന്ദ്രദശ ജനിക്കുന്ന ഈ രോഹിണി നക്ഷത്രക്കാരി കുട്ടിക്ക്, അല്ലെങ്കിൽ നക്ഷത്രക്കാരനായ കുട്ടിക്ക് ഈ അസുഖങ്ങൾ ബാലാരിഷ്ടതകൾ ഉണ്ടാകും. പിന്നെ കുടുംബത്തിൽ മിക്കവാറും മാതാപിതാക്കൾ തമ്മിലൊരു സ്വരച്ചേർച്ചയില്ലായ്മ, അസ്വസ്ഥതകള്, അല്ലെങ്കിൽ ഈ ബന്ധുമിത്രാദികൾ തമ്മിലൊരു കലഹങ്ങള്, അങ്ങനെയൊക്കെയും ഒരു ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ അന്ന് അവരുടെ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും ധനധാന്യങ്ങള്, ഭക്ഷണ സാധനങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം രോഹിണി ഭഗവാന്റെ നക്ഷത്രം ആയതുകൊണ്ട് അവരിരിക്കുന്നത് അന്നപാനീയങ്ങൾക്ക്, വസ്ത്രലാഭം, ഇങ്ങനെയുള്ള കുടുംബത്തിലേക്ക് ഒരു ഉന്നമനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാര്യം ഈ രോഹിണി നക്ഷത്രത്തിന്റെ പ്രഭാവം ഈ ഭഗവാന്റെ നക്ഷത്രം ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത ദശാകാലം ഇവർക്ക് വരുന്നത് ചൊവ്വാദശയാണ്. ചൊവ്വാദശയില് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുൻപുള്ള വീഡിയോയിൽ, ചൊവ്വ പുര എന്നും പറയും, ചൊവ്വ പിഴ എന്നും പറയും. എങ്കിൽ ആ സമയത്തായിരിക്കും മിക്കവാറും ഇവർക്ക് ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നത്, അല്ലെ ഗൃഹത്തിന്റെ മോടി പിടിപ്പിക്കല്, ഗൃഹത്തിന് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ വസ്തുവിന് ഒരു മതില് കെട്ടുക, എന്തായാലും അവർ താമസിക്കുന്ന ഇടത്തിന്, ആ ഭൂമിക്ക്, അല്ലെ അവർ താമസിക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു പുനർനിർമ്മാണ പ്രവർത്തനം തീർച്ചയായിട്ടും ചൊവ്വാദശ നടന്നിരിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു അഗ്നിയുടെ സ്ഫുരണം കൂടുതലുള്ള നക്ഷത്രമാണ്. ആഗ്നേയ ഗ്രഹമാണ് ചൊവ്വ. അപ്പൊ അതിൻ്റെതായ ഒരു ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ അവരുടെ ഭവനത്തിൽ വരാം. കാര്യം പെട്ടെന്നൊരു ധനമില്ലായ്മ, ഒരു ധനവരവിനൊരു ഒരു കുറവ്, അല്ലെങ്കിൽ ഒരു ധനത്തിനൊരു ഒരു ഞെരുക്കങ്ങൾ, ഒരു ഒക്കെ ഇവർക്ക് ആ സമയത്ത് ഈ ചൊവ്വാദശയിലുണ്ടാകാം. എന്നാൽ കാര്യങ്ങളൊക്കെ നടന്നു പോവുകയും ചെയ്യും. ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകും എങ്ങനെയായാലും. അത് ചൊവ്വാദശയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. കാര്യം അത് നമ്മൾ പറയും, ഇങ്ങനെ ചൊവ്വായിൽ എപ്പോഴും നമുക്ക് നിരാശയും ദുഃഖങ്ങളും ഒക്കെ വരുമെന്ന് പറയും. പക്ഷെ 7 വർഷമാണ് ചൊവ്വായ്ക്ക് 7. ആദ്യത്തെ ദശ ചന്ദ്രദശ, അത് 10 വർഷമാണ്. രണ്ടാമത്തെ ദശയാണ് ചൊവ്വാദശ, അത് 7 വർഷമാണ്. അങ്ങനെ ഉള്ള ഒരു കാലം ആയതുകൊണ്ട് ഇവർക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. അടുത്തടുത്ത ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ അവർക്ക് ആ പുണ്യം തന്നെ അവർക്ക് ലഭിക്കും, അല്ലെ നല്ലത് ലഭിക്കും. ഈ ദശാകാലത്ത്, ഈ ചന്ദ്രദശാകാലത്ത് ഇവർ ആദ്യത്തെ ദശാകാലത്ത് ഇവർ വിളിക്കേണ്ടത് ദേവിയാണ്. ലക്ഷ്മി ദേവിയെ വിളിക്കാം, മഹാലക്ഷ്മിയെ വിളിക്കാം. അതോടൊപ്പം തന്നെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം, ശ്രീകൃഷ്ണ ഭഗവാനെയും തീർച്ചയായും പ്രാർത്ഥിക്കാം. കാരണം ഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭജനം വളരെ അത്യന്താപേക്ഷിതമാണ്. മാതാപിതാക്കൾക്ക് ആ സമയത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താവുന്നതാണ്. കുട്ടിക്ക് വേണ്ടിയുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താവും. ചൊവ്വാദശയിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്നെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നമ്മൾ ഓം കുജായ നമ എന്ന് വീട്ടിൽ ജപിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ചൊവ്വായ്ക്ക്
വേണ്ട ക്രിയകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ചൊവ്വാദശ നമുക്ക് വേണ്ട അനുഗ്രഹവണ്ണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് അനുഗ്രഹം നേടാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഈ ചൊവ്വാദശ. അത് 7 വർഷമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അടുത്ത ദശാകാലം ഇവർക്ക് വരുന്നത് രാഹുറാണ്. രാഹുർ ദശ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഏറ്റവും ഒന്നെങ്കിൽ ഒരു വിഷഭയം ഇവർക്കുണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വിഷഭയം ഉണ്ടാകാം. ഒന്നെങ്കിൽ ഒരു എട്ടുകാലി ഒരു പഴുതാരയൊക്കെ കടിച്ചാലും വിഷത്തിൽപ്പെടുന്നതാണ്. ഒരു തേള് കുത്തിയാൽ അതൊക്കെ വിഷത്തിൽപ്പെടുന്നതാണ്. അതായത് സർപ്പദംശൻ തന്നെ ഏൽക്കണമെന്ന് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇവര് ഒന്നെങ്കിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാം. പഠനത്തിലൊക്കെ ഒരു വൈകല്യം പോലെ വരാം. ഒരു അനുസരണക്കേടൊക്കെ കാണിക്കാം. കുടുംബത്തില് മാതാപിതാക്കളോട്ടൊക്കെ ഒരു തർക്കത്തിൽ ഏർപ്പെടാം. ഈ രാഹുറിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടവർക്ക് ഒരു വെറുപ്പ് തോന്നുന്ന പോലുള്ള പ്രവൃത്തികളായിരിക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ സ്വഭാവത്തിൽ നിഴലിക്കുന്നതൊക്കെയും കാണാം. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അനുരണനങ്ങളൊക്കെ ഈ മാതാപിതാക്കളിലേക്കും വ്യാപരിക്കുന്നത് കാണാം. മാതാപിതാക്കൾക്കും ഒരു അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ത്വക്ക് രോഗ സംബന്ധമായ രോഗങ്ങളൊക്കെ ഈ സമയത്താണ് വരുന്നത്. രാഹുർദശയില തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാകും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും നാഗക്ഷേത്രങ്ങളിൽ പോയിട്ട് നാഗാരാധന നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ഒന്നെങ്കിൽ മണ്ണാറശാലയിൽ അല്ലെ പാമ്പുമേക്കാവില്, അങ്ങനെ നാഗങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നാഗാരാധന നടത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും ശ്രേയസ്കരമാണ്. അപ്പോൾ ഈ നാഗദോഷം മാറും. ഓം രാഹുവേ നമ എന്ന് ജപിക്കാം. രാത്രി കിടക്കുന്നതിന് മുന്നോടിയായിട്ട് 11 ഒന്നെങ്കിൽ രാവിലെ നമുക്ക് ജപിക്കാം, അല്ലെങ്കിൽ രാത്രി ജപിക്കാം. രാത്രിയിൽ ഞാൻ ഉദ്ദേശിച്ചത് സ്വസ്ഥമായിരിക്കുന്ന സമയമാണ്. നമ്മൾ ഹൃദയം കൊടുത്തു വേണം പ്രാർത്ഥിക്കാൻ, ഏകാഗ്ര ചിത്തതയോടുകൂടി പ്രാർത്ഥിച്ചാലേ ഭഗവാന്റെ അടുത്ത് തീർച്ചയായിട്ടും അത് എത്തത്തുള്ളൂ. അല്ലെ നമ്മൾ തിക്കും തിരക്കും അല്ലെ നമ്മുടെ ആ ടെൻഷനും കാര്യങ്ങളൊന്നും വെച്ചല്ല. ആ ജപിക്കുന്ന അത്ര നേരം ഒരു 11 അല്ലെ 108 ഒക്കെ അല്ലെ 101 ഇത്രയും ജപിക്കുമ്പോഴൊക്കെ ഒരു ഏകാഗ്രത സമാധാനത്തോടെ വേണം ജപിക്കാൻ. അപ്പോഴതിനെ പൂർണ്ണ ലക്ഷ്യപ്രാപ്തി നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നിങ്ങൾ ആ സമയത്ത് അത് ജപിക്കുക. ഈ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ആ ദോഷവശങ്ങൾക്ക് കുറച്ച് അയവ് കിട്ടും. അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ നിങ്ങൾ നാഗങ്ങൾക്ക് വേണ്ട പൂജകളും കാര്യങ്ങളും ചെയ്യുക. രാഹുവിന് വേണ്ട പൂജകൾ ചെയ്യുക. ഓം രാഹുവെ നമ്മയെന്ന് തീർച്ചയായിട്ടും ജപിക്കണം. 18 വർഷമാണ് രാഹുർ ദശ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടതാണ്. പിന്നെ മാതാപിതാക്കളെ ജോലിയിലൊക്കെ ഉള്ളവരെ, ബാങ്കിങ് മേഖല ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവര് ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം. അല്ലെ അപവാദങ്ങൾ മനസ്സറിയാതെ കേൾക്കേണ്ട അവസ്ഥ വരും. മനസ്സറിയാത്ത കുറ്റങ്ങളും കുറവുകളും അവർ കേൾക്കേണ്ടതായി വരും. അപ്പം മാതാപിതാക്കൾ വളരെ എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധയും ക്ഷമയും പുലർത്തേണ്ടതാണ്. അടുത്ത ദശാകാലം എന്ന് പറയുന്നത് വ്യാഴദശയാണ്. വ്യാഴത്തിന് 16 വർഷമാണ്. പക്ഷെ ഒരു കാര്യം, ഈ രാഹുറിലും ചൊവ്വായിലും ഒക്കെ അനുഭവിച്ച ദുഃഖത്തിന് ഒരു ആശ്വാസം ലഭിക്കുക ഈ വ്യാഴദശയിൽ. 16 വർഷമാണ് വ്യാഴദശ. അതായത് മഹാവിഷ്ണുവിന്റെ ഏറ്റവും പ്രഭാവമുള്ള ഒരു ദശയാണ് വ്യാഴദശ. മഹാവിഷ്ണു പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കുന്ന ഒരു ദശയാണ്. ഈ സമയത്ത് ശങ്കരനാരായണ മൂർത്തിയെയും ഭഗവാന്റെ വിവിധ അവതാരങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ നിങ്ങൾക്ക് മത്സ്യം, കൂർമ്മം, വരാഹം ഇതിനെയൊക്കെ നിങ്ങൾക്ക് ആരാധിക്കുന്നതാണ് ദശാവതാരം. അതിലൊരു അവതാരമാണ് ശ്രീകൃഷ്ണൻ. അപ്പം ആ അവതാരമൂർത്തികളെയൊക്കെ നിങ്ങൾക്ക് ഭജിക്കുന്ന ഏറ്റവും ഉത്തമമാണ്. ഓം ഗുരുവേ നമ, ഓം ബൃഹസ്പതേ നമ, ഇതൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. വ്യാഴദശ നിങ്ങൾക്ക് ഒരു തണുപ്പും ഒരു സന്തോഷവും ഒരു സമാധാനവും, ഒരു മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി വീണ്ടും കിട്ടാനും, അല്ലെ മാതാപിതാക്കൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ്, അത് അവർക്ക് ലഭിക്കുവാനും, ഈ കുട്ടിക്കും പഠനത്തിൽ മികവും പഠന ഉന്നമനവും പരീക്ഷാ വിജയങ്ങളും ഒക്കെ നേടുന്ന ഒരു സമയമാണ് ഈ ഇവരുടെ ആ വ്യാഴദശ എന്ന് പറയുന്ന കുട്ടികളുടെ. അപ്പൊ ആ ദശയിൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളും തൊട്ടതെല്ലാം പൊന്നാക്കും എന്ന് പറഞ്ഞ പോലെ ഒരു മംഗളകാര്യങ്ങൾ കുടുംബത്തിൽ നടക്കും. ഒന്നെങ്കിൽ വാഹനം വാങ്ങും, അല്ലെ ഭവനം വാങ്ങും, അല്ലെ ഭവനത്തിന് അറ്റകുറ്റപ്പണി ചെയ്യും. അങ്ങനെ മാതാപിതാക്കൾക്ക് പുരോഗമനം ഉണ്ടാകും. ധനധാന്യ സമ്പത്ത് എല്ലാം, നാൽക്കാലി സമ്പത്ത്, അതുപോലെ കൃഷിഭൂമി സമ്പത്ത്, ഇങ്ങനെ സമ്പത്തും ഒക്കെ ഈ 16 വർഷം മാതാപിതാക്കൾക്ക് ലഭിക്കും. മിക്കവാറും ഈ കുട്ടികളുടെ പഠനം, വിവാഹം ഒക്കെ ഈ സമയത്ത് തന്നെ ആയിരിക്കും. പഠനമേ അല്ലെ വിവാഹമേ, വൈകിപ്പോ വിവാഹങ്ങളുണ്ട്, അങ്ങനെ അതെല്ലാം അവർക്ക് ആ സമയത്ത് പ്രാപ്തമാകുന്നതാണ്. എന്തായാലും അവർ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ ഈ സമയത്ത് വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും. ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു സമയമാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ലക്ഷ്യപ്രാപ്തിയിൽ അവരെത്തും. ഒരു മനസ്സമാധാനക്കുറവൊക്കെ ഇടയ്ക്കൊന്നും ഉണ്ടാകും. കാര്യം ഈ ദശകളുടെ മാറ്റങ്ങൾ അനുസരിച്ച് വ്യാഴദശയിലെ സുഖങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരു 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 ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിച്ച ദമ്പതികളായിരിക്കാം, അല്ലെ മാതാപിതാക്കളായിരിക്കാം. അങ്ങനെ ചെറിയ ചെറിയ സ്വരച്ചേർച്ചകളൊക്കെ കുടുംബത്തിലുണ്ടാകും. പക്ഷെ മഹാവിഷ്ണു സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അല്ലെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉള്ള ഒരു സമയമായതുകൊണ്ട്
നിങ്ങൾ ആ വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശിക്കുക. വ്യാഴാഴ്ച തോറും നിങ്ങൾ നെയ്വിളക്ക് കത്തിക്കുക. അതോടൊപ്പം തന്നെ 5 തിരിയിട്ട് നെയ്വിളക്ക് വ്യാഴാഴ്ച തോറും കത്തിക്കുക. അതോടൊപ്പം തന്നെ ഒരു ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഈ തരുണത്തിൽ പോകാവുന്നതാണ്. അപ്പൊ അവിടെ പോയി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഏത് ദേവാലയ ദർശനം ഈ സമയത്ത് നടത്തുന്നത് നിങ്ങൾക്ക് അത്യുത്തമമാണ്. ഓം നമോ ഭഗവതോ വാസുദേവായ എന്ന് ജപിക്കാം. ഓം നമോ നാരായണായ എന്ന് ജപിക്കാം. ആ സമയത്ത് മഹാവിഷ്ണുവിന്റെ സഹസ്രനാമം ജപിക്കാം. നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കാം. നാരായണീയം പാരായണം ചെയ്യാം. ഭാഗവതം പാരായണം ചെയ്യാം. ഇപ്പൊ ഈ കർക്കിടക മാസം ആയതുകൊണ്ട് നിങ്ങൾക്ക് രാമായണം പാരായണം ചെയ്യുന്ന അത്യുത്തമമായിരിക്കും. അല്ലെങ്കിൽ ഭാഗവതം നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും. അപ്പൊ ഭഗവത്ഗീത ഏറ്റവും അറിയാമല്ലോ, ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഭഗവത്ഗീത. നാരായണീയ കവചം വായിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ഈ വ്യാഴദശയില്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ അത്യുത്തമമാണ്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും നെയ്വിളക്ക് വീട്ടിൽ തെളിക്കണം. നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് വളരെ ചിലപ്പോൾ ഒരു ശ്രേയസ്കരമല്ല, ഒരു ഈശ്വരീയ ചൈതന്യം കുറഞ്ഞിരിക്കുന്ന ഒരു ഭവനമാണെങ്കിൽ പോലും ഈ വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ വ്യാഴാഴ്ച തോറും നെയ്വിളക്ക് എത്തിയാൽ നിങ്ങൾക്ക് പല ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. പലരുടെ അനുഭവത്തിൽ നിന്നാണ് അമ്മ ഇത് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഇരട്ടിച്ച് കിട്ടും അതാണ് ഈ അനുഭൂതി ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഭഗവാന്റെ അവതാരമൂർത്തികളെ ഭജിക്കുക, ഭഗവാനെ ഭജിക്കുക. വ്യാഴത്തിൽ നിങ്ങൾക്ക് അപ്പം പൂർണ്ണമായിട്ടും അനുഗ്രഹം ലഭിച്ച് നിങ്ങൾക്ക് ആ മംഗളകരമായ കാര്യങ്ങളെല്ലാം അനുഭവിക്കാൻ ഭഗവാൻ അനുഗ്രഹം തരും. ദശാകാലം എന്ന് പറഞ്ഞാൽ ശനിദശയാണ്. ശനിക്ക് 19 വർഷമാണ് ശനി. 19 വർഷം ശനി എന്ന് പറഞ്ഞാൽ ശനിയിൽ തന്നെ അടുത്ത ഗ്രഹത്തിന്റെ വരും ഗ്രഹങ്ങൾ ഈ ഭ്രമണപഥത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളിലെ നന്മകളും നമ്മളിലേക്ക് വരും. പക്ഷെ ശനിദശ എന്ന് പറഞ്ഞാൽ 19 കൊല്ലമാണ് ശനി. സാക്ഷാൽ പരമശിവന് പോലും ഭഗവാന് പോലും ശനി ബാധിച്ചത് നിങ്ങൾക്കതറിയാം. അപ്പൊ ആ ശനിദശ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് ആ ശനിയില് കുറച്ച് മനപ്രയാസങ്ങളും ക്ലേശങ്ങളും കുറച്ച് ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഞാൻ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് വ്യാഴദശ നിങ്ങൾക്ക് ലഭിച്ചല്ലോ 16 വർഷം. വ്യാഴത്തിന് 16 വർഷം നിങ്ങൾക്ക് ലഭിച്ചല്ലോ. അപ്പൊ ആ 16 വർഷത്തെ വ്യാഴദശ ലഭിച്ചുകൊണ്ട് ഈ അടുത്ത ശനിദശയുടെ ഒരു ദുഃഖം നിങ്ങൾക്ക് അത്ര ബാധിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ തിരമാലകൾ പോലെയാണ് ഗ്രഹങ്ങളുടെ ഭഗവാൻ അതൊന്നും ആക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വേവ്സ് മാതിരി ഇരിക്കും. സുഖം വന്നു ദുഃഖം വന്നു, സുഖം വന്നു ദുഃഖം, അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്നാലേ ഈശ്വരനെ കൂടുതൽ നമ്മൾ അറിയൂ. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ എന്ന് നമ്മൾ നാമം ജപിക്കുന്നത്. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ട് ഒരുവനുമുണ്ടോ നാരായണ ജയ. ഇത് മനുഷ്യ സഹജമാണ്. ഈശ്വരന്മാർക്ക് പോലും പരീക്ഷണഘട്ടങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പൊ പിന്നെ മനുഷ്യന്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ. അപ്പൊ നമ്മൾ ആ അവസ്ഥകളൊക്കെ കടന്നു പോകണം. കാര്യം ഈ ദുഃഖം അറിഞ്ഞാലല്ലേ സുഖത്തിന്റെ മഹാത്മ്യം അറിയൂ. അപ്പം ആ സുഖങ്ങളും ദുഃഖങ്ങളും മാറി വരുമ്പോൾ സമചിത്തതയോടെ നമുക്കത് നേരിടാനും ക്ഷമയോടെ നമുക്കത് കാണുവാനുള്ള ഒരു മനസ്സിന്റെ സാന്നിധ്യം നമ്മൾ നേടണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ സ്വയം നമ്മൾ ആർജിക്കേണ്ട ഒരു ഗുണമാണ്. അത് നമ്മൾ ആർജിച്ചേ മതിയാവൂ. അപ്പം അതാണ് ഞാൻ നിങ്ങളോട് ഈ തരുണത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ സുഖത്തെ ദുഃഖത്തെ സമത്തിൽ കാണണം. അയ്യോ എന്നും എനിക്ക് ദുഃഖമാണേ എന്ന് പറയരുത്. അതുപോലെ അയ്യോ എനിക്ക് ശനിദശയാണേ എന്ന് പറയരുത് ഒരാളോട് പോലും. ഓം ശനീശ്വരായ നമ എന്ന് ജപിച്ച് ശനിയെ പ്രീതിപ്പെടുത്താൻ നോക്കണം. അപ്പൊ ശനിയാഴ്ച തോറും നല്ലെണ്ണ തേച്ച് നിങ്ങൾക്ക് കുളിക്കാം. ഓം ശനീശ്വരായ നമ എന്ന് ജപിച്ച് നീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ ഇട്ട് നിങ്ങൾക്ക് ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ പോകാം. എള്ളുകിഴി കൊടുക്കാം, നീരാഞ്ജനം കഴിപ്പിക്കാം, എള്ളു പാനകം കഴിപ്പിക്കാം, എള്ളു പായസം കഴിപ്പിക്കാം. തന്നെ എള്ളുകൊണ്ട് മോദകം പോലെ ഉണ്ടാക്കി ശനിയുടെ വിഗ്രഹം വേണം. നമുക്ക് ശനിയുടെ വിഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇരുമ്പ് കൊണ്ട് ശനിയുടെ പ്രതിമ അതേ നമുക്ക് ആരാധിക്കാം. അപ്പൊ അങ്ങനെ ശനിയെ പ്രീതിപ്പെടുത്തുക. എനിക്ക് ശനിയാണെന്നും പറഞ്ഞ് ഭയപ്പെട്ട് പറയേണ്ടതില്ല. അപ്പൊ ശനി പ്രീതികരമാവത്തില്ല. ശനിയെ സ്നേഹിക്കണം എന്നാ പറയുന്നത്. ശനിയെ സ്നേഹിക്കുമ്പോൾ ശനിയുടെ കാഠിന്യം ശനി കുറച്ചു തരും. അപ്പൊ നമ്മളൊരു 11 രാത്രി കിടക്കുന്നതിന് മുന്നോടിയായിട്ടല്ല രാവിലെ ഓം ശനീശ്വരായ നമ, ഓം ശനീശ്വരായ നമ എന്നിങ്ങനെ ഹൃദയപൂർവ്വം ജപിക്കുക. എനിക്ക് ശനിയുടെ കാഠിന്യം കുറച്ചു തരണേ ഭഗവാനെ എന്ന് സൂര്യഭഗവാനോടും പ്രാർത്ഥിക്കാം. കാരണം എല്ലാ ഗ്രഹങ്ങളുടെയും നാഥനാണ്, അല്ലെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും ഏറ്റവും ഒരു പിതാവാണ് സൂര്യൻ. അപ്പം ആദിത്യായ നമാന്നും ജപിക്കുക. എന്റെ ഗ്രഹദോഷങ്ങൾ മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പറയാം. നവഗ്രഹ സ്തോത്രങ്ങളുണ്ട്, അത് നമുക്ക് ജപിക്കാവുന്നതാണ്. ഓരോ 9 ഗ്രഹത്തിന് സ്തോത്രങ്ങളുണ്ട്. ആ ഗ്രഹത്തിന്റെ സ്തോത്രം നമുക്ക് ആ സമയം ശനിയെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ എന്തായാലും പോകണം. അതേപോലെ ശിവഭഗവാന്റെ ക്ഷേത്ര സന്നിധിയിലും പോവുക. അരയാലിന് 7 പ്രദക്ഷിണം വെക്കുക. ഭഗവാനെയും കണ്ട് ഭഗവാന്റെ തീർത്ഥവും കുടിച്ച് ഭഗവാനോടും പറയാം, എൻ്റെ ശനിയുടെ കാഠിന്യം കുറച്ചു തരണേ എൻ്റെ ശിവഭഗവാനെന്ന് ഭഗവാനോടും കരഞ്ഞ് പ്രാർത്ഥിക്കുക. പുറകുവിളക്ക് കത്തിക്കുക, ഒരു ധാര ഭഗവാന് ചെയ്യുക, ഒരു കൂവളത്തുമാല ഭഗവാന് കൊടുക്കുക.
അന്നേരം കറുത്ത വസ്ത്രം അണിഞ്ഞേ പോകാവുള്ളൂ. കുറച്ചു നേരം പ്രാർത്ഥിച്ച് തൊഴുതിട്ടൊക്കെ അമ്പലത്തിൽ കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെ പോരാവുള്ളൂ. കാര്യം അതായത് ഒരു ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് കുറച്ചു നേരം അവിടെ നമ്മൾ തങ്ങണം. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യണം നമ്മൾ. എന്നിട്ട് ഓടിച്ചെന്ന് ഓടിപ്പോരരുത്. അന്നേരം നമുക്ക് ഈ ഒരു ഗുണം ഇരട്ടിയായിട്ട് നമുക്ക് ഭഗവാനിൽ നിന്ന് കിട്ടും. കുറച്ച് നേരം നമ്മൾ മനസ്സ് ഏകാഗ്രതയോടെ വേണേൽ ഒരു പുസ്തകമായിട്ട്, പ്രാർത്ഥന പുസ്തകമായിട്ട് പോകാം. അവിടെ ഇരുന്ന് നമുക്ക് ഇപ്പോൾ ശിവഭഗവാന്റെ 108 ശിവാലയങ്ങൾ, 108 ദുർഗാലയങ്ങൾ ജപിക്കാം. പിന്നെ ഈ ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കാം. ഇതൊക്കെ നമുക്ക് ഏകാഗ്രതയോടെ ചെയ്യണമെന്ന് മാത്രം. അപ്പം ഇതാണ് ശനിക്ക് പ്രീതിപ്പെടുത്താൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്കൊന്ന് പോകാം. 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ പോയാൽ തീർച്ചയായിട്ടും ആ ശനിയുടെ കാഠിന്യം തീർച്ചയായിട്ടും നമുക്ക് എളുപ്പവഴിയില്ല. ശനിയുടെ ഈ 19 വർഷത്തെ ശനി എളുപ്പവഴി കുറയ്ക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ശബരിമല ദർശനം കഴിഞ്ഞ് വന്നാൽ നമുക്ക് ആ 41 ദിവസം വ്രതം എടുത്തൊന്ന് പോയി വന്നാൽ ശനിയുടെ കാഠിന്യം കുറയ്ക്കും. അതായത് കറുത്ത വസ്ത്രം നമ്മൾ അണിയുന്നതിൻ്റെ കാര്യം. ആ അയ്യപ്പൻ അതിൻ്റെ കാഠിന്യം സാക്ഷാൽ ശ്രീ ശബരിമല ധർമ്മശാസ്താവ് അതിൻ്റെ നമുക്ക് കാഠിന്യം കുറച്ചു തരും ശനിയുടെ. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെയാണ് ശനിദശ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. അടുത്ത ദശാകാലം എന്ന് പറഞ്ഞാൽ ബുധദശയാണ്. ബുധദശ എന്ന് പറഞ്ഞാൽ ബുദ്ധികാരകനാ. പക്ഷേ ബുദ്ധികാരകൻ എന്ന് പറഞ്ഞാലും കുറച്ച് പ്രായം നിങ്ങൾക്ക് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ബുധദശയില്. അപ്പൊ മിക്കവാറും നിങ്ങൾക്ക് ജോലി കിട്ടിക്കാണും, ജോലി സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ ബുദ്ധിപരമായ എല്ലാ കാര്യങ്ങളിലും ഒരു പരീക്ഷ, ഇന്റർവ്യൂ, വിജയങ്ങളും ഒക്കെ നമുക്ക് അനുഗ്രഹം വണ്ണം ഭവനത്തിൽ കിട്ടുന്ന ഒരവസ്ഥയാണ് ബുധദശ എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ ഈ രോഹിണിക്കാരുടെ ബുധദശ ചിലപ്പോൾ അവർ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ കുട്ടികളിലേക്ക് അതിന്റെ അനുഗ്രഹം കിട്ടും, ചെറുമക്കളിലേക്ക്. ഒരു പക്ഷേ ഇനിയും എന്തെങ്കിലും ഒരു ജോലിക്ക് ഉന്നമനത്തിന് ഒരു പ്രൊമോഷൻ ടെസ്റ്റിന് പാസ്സാകാൻ അപേക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രൊമോഷൻ നമുക്ക് ലഭിക്കും. അപ്പം ഭൗതികമായ മേഖലകളൊക്കെ നമ്മൾ ഉയരുമെന്നാണ് ബുധദശയുടെ കാര്യം. പിന്നെ കൊടുക്ക വാങ്ങല്, നമ്മുടെ ക്രയവിക്രയങ്ങൾ, ഇതിലെല്ലാം നമ്മൾ ആലോചിച്ചും കണ്ടോ ചെയ്യുള്ളൂ. 2 വട്ടം ആലോചിക്കും ബുധദശയിൽ. നമ്മൾ പെട്ടെന്ന് നമുക്ക് മണ്ടത്തരത്തിൽ ചെന്ന് ചാടാനുള്ള അവസരം വരത്തില്ല. ഏത് കാര്യങ്ങളാണെങ്കിലും ഒരു ചിട്ടിയാണേലും, ഒരു ബാങ്കിങ് മേഖല ജോലി ചെയ്യുന്നവരാണേലും, അല്ലെങ്കിൽ നമ്മളൊരു കൊടുക്ക വാങ്ങലാണേലും, ഏതിനും അവർ ബുദ്ധിപരമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യുള്ളൂ. 2 വട്ടം ആലോചിക്കും, വേണോ വേണ്ടായോ എന്ന്. അത് ഈ ബുധദശയുടെ ഒരു ഗുണമാണ്. അപ്പൊ ഈ ബുധദശയിൽ നിങ്ങൾക്ക് അനുകൂലമായ അനുഗ്രഹങ്ങളൊക്കെ വരും. നല്ല കാലങ്ങളായിരിക്കും. ജോലി പ്രൊമോഷൻ ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ വിവാഹത്തിന്, മംഗളകാര്യത്തിനൊക്കെ, ശുഭകാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ബുധദശ എന്ന് പറയുന്നത്. അപ്പം ബുദ്ധി വിട്ടൊരു കളിയില്ല. എല്ലാ കാര്യത്തിനും നിങ്ങൾ ആലോചിച്ചും കണ്ടുകയോ ചെയ്യുള്ളൂ. അപ്പം എല്ലാം കൊണ്ടും ഒരു നല്ല നൈപുണ്യമുള്ള, ഒരു അനുഗ്രഹമാമണ്ണമുള്ള ഒരു ദശാകാലമാണ് ബുധദശ എന്ന്. ആ ദശാകാലത്ത് നിങ്ങൾ ഓം ബുധായ നമഃ എന്ന് ജപിക്കാം. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ ബുധനെ പ്രീതിപ്പെടുത്തുന്ന ബുധമന്ത്രങ്ങൾ നമുക്ക് ജപിക്കാവുന്നതാണ്. ബുധനെ തീർച്ചയായിട്ടും പ്രീതിപ്പെടുത്തുന്ന ബുധമന്ത്രങ്ങൾ ജപിക്കുക. ഓം ബുധായ നമഃ എന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെ രാവിലെ അല്ലെ കിടക്കുന്നതിന് മുന്നോട്ട് 11 പ്രാവശ്യം നിങ്ങൾക്ക് ഓം ബുധായ നമഃ എന്ന് ജപിക്കാവുന്നതാണ്. അപ്പം ആ ഭൗതിക മേഖലകളൊക്കെ നിങ്ങൾക്ക് ശ്രേയസ്കരമായിട്ട് തീരും. ദശാകാലം എന്ന് പറഞ്ഞാൽ കേതുർദശയാണ്. കേതുവിന് ഹേതു വേണ്ടെന്നാ പറയുന്നത്. ഓരോ കാരണങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാര്യം ഒരു രോഗങ്ങളായിട്ട് വരാം, ഒരു രോഗം, അല്ലെ ഒരു ബുദ്ധിമുട്ട്, അല്ലെ ഒരു ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള ആശുപത്രി വാസം വേണ്ടി വരും. കേതുവിന് ഹേതു വേണ്ടെന്ന ഒരാവശ്യമില്ല. ചിലപ്പോൾ കുടുംബത്തിലൊരു അംഗങ്ങൾക്ക് പെട്ടെന്നൊരു അസുഖം വരിക, ആ രോഗം വന്നവരെ നിങ്ങൾ രക്ഷിക്കേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് അവരെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വരും, മാറ്റി കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രോഗികളിലെ എന്തായാലും രോഗം, അല്ലെങ്കിൽ ഒരു മുറിവുകൾ ഉണ്ടാകും. ആ സമയത്ത് മുറിവിന്റെ പാടുകൾ കേതുദശയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഉറ്റവരും ഉടയവരും നമ്മളോട് വെറുപ്പ് തോന്നും, നമുക്ക് അവരോട് വെറുപ്പ് തോന്നും. ഒരു മത്സരത്തിലൊക്കെ നമ്മൾ ഏർപ്പെടും, ഒരു സംവാദത്തിൽ ഏർപ്പെടും. നമുക്ക് ആര് പറഞ്ഞാലും ഇഷ്ടപ്പെടത്തില്ല. ആരെങ്കിലും കുടുംബത്തിൽ ഉപദേശിക്കാൻ വരിക, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ വരിക, അങ്ങനെ നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് മുൻപേ അങ്ങ് ദേഷ്യം വരും. അപ്പൊ ഈ മുൻദേഷ്യം കാരണം മുൻദേഷ്യമുള്ളവരുടെ എല്ലാവർക്കും ദേഷ്യം തോന്നുമല്ലോ. അപ്പം അവർ പിന്നോക്കം വലിഞ്ഞു നിൽക്കാനേ പറ്റുള്ളൂ. അപ്പം ഈ കേതുർദശയിൽ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എല്ലാം നിങ്ങൾക്ക് ക്ഷമയും വേണം. അല്ലെങ്കിൽ അനാവശ്യമായ വാഗ്വാദത്തിലും മത്സരത്തിലും, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റുള്ളവർ വെറുപ്പ് സമ്പാദിക്കാനൊക്കെ നിങ്ങൾക്ക് ഇടവരുന്നതാണ്. അപ്പം കേതുർദശയെ നിങ്ങൾ വളരെ സൂക്ഷിച്ചും കണ്ടു എല്ലാ കാര്യങ്ങളും ചെയ്യാവുള്ളൂ. കൊടുക്ക വാങ്ങല്, നിങ്ങളുടെ എടുപ്പ്, നടപ്പ്, സംസാരം, ബന്ധങ്ങളുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇപ്പം ദമ്പതികളാണ്, ചിലപ്പം കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാകാം, ഭാര്യ ഭർത്താവിന് ബന്ധങ്ങളിൽ ശൈഥില്യം ഉണ്ടാകാം, മക്കളുമായിട്ട് സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകാം, അവർ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെ എല്ലായിടത്തുനിന്നും ഒരു വേദനയും ദുഃഖങ്ങളും ഒക്കെ. 7 വർഷമാണ് കേതുവിന് 7 എന്നാ പറയുന്നത്. ആ 7 വർഷം ശരിക്കും നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കും. പക്ഷെ അന്നേരമൊക്കെ മനസാന്നിധ്യം വിടാതെ ഓർത്തോണം,
ഈ ഞാൻ പറഞ്ഞല്ലോ സുഖദുഃഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു, മാറിയും മറിഞ്ഞു. അപ്പൊ അടുത്ത ഒരു ഗ്രഹത്തിന്റെ ചിലപ്പം പൂർണ്ണമായി 7 വർഷം തന്നെ ചിലപ്പോൾ കേതുവിന്റെ കിട്ടത്തില്ല. അടുത്ത ഗ്രഹത്തിന്റെ ഒരു പുണ്യം നമ്മളിലേക്ക് നമുക്ക് ആവേശിക്കും. ആ ഭ്രമണപഥത്തിലൂടെ അടുത്ത ഗ്രഹത്തിന്റെ ഒരു നോട്ടമോ ശുഭഗ്രഹങ്ങളുടെ നോട്ടമോ ഒക്കെ കിട്ടും. ചിലപ്പം ഒരു ശുക്രന്റെ നോട്ടം കിട്ടാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുഭഗ്രഹങ്ങളുടെ നോട്ടം കിട്ടുമ്പോൾ നമുക്ക് ആ കാഠിന്യം ഒന്ന് കുറയുന്നതാണ്. അപ്പൊ ആ സമയത്ത് ഓം കേതുവേ നമ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ജപിക്കണം. പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് കള്ളത്തരം കേൾക്കേണ്ടി വരും. നമ്മളെ മനസ്സറിയാത്ത കാര്യമായിരിക്കും, വെറുതെ ഒരു അപവാദം ഒരു കള്ളത്തരോ കേൾക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും കൊടുക്ക വാങ്ങൽ ആ സമയത്ത് ശ്രദ്ധിക്കുക, പണമിടപാട് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയും കടം കൊടുക്കാതിരിക്കുക, തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ കടം കൊടുക്കാതെ ഈ സമയത്ത് ഇരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധേക്ഷമം വേണം. ഓം കേതുവേ നമ എന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. 11 അല്ലെങ്കിൽ 101 അല്ലെ 108 ഇത്രയും ജപിക്കും, നിങ്ങൾക്ക് ഏറ്റവും ശ്രേയസ്കരമായിരിക്കും. അടുത്ത ഗ്രഹത്തിന്റെ എന്ന് പറഞ്ഞാൽ ശുക്രദശയാണ്. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് തീർത്തും വാർദ്ധക്യത്തിൽ ഉള്ള അവസ്ഥയായിരിക്കും. പിന്നെ ഞാൻ മുൻപത്തെ വീഡിയോ സൂചിപ്പിച്ച പോലെ ആയുസിന്റെ കണക്ക് പുസ്തകം ഭഗവാന്റെ കയ്യിലാണ്. അതൊരു ജ്യോത്സ്യനോ അല്ലെങ്കിൽ ഒരു മന്ത്രം ചെയ്യുന്ന ആൾക്കോ ഒരാൾക്കും അത് പൂർണ്ണമായി നിർവചിക്കാൻ കഴിയില്ല. കാരണം ആയുസിന്റെ കണക്ക് പുസ്തകം ഭഗവാന് നിക്ഷിപ്തമാണ്. ഭഗവാൻ തീരുമാനിക്കണം ആയുസ് എത്രയാണ്, എങ്ങനെ നീട്ടിക്കൊടുക്കണം, എത്ര ചുരുങ്ങി പോകണം, അങ്ങനെയൊക്കെയും. കാര്യം ഇന്നും നാളെയും മറ്റന്നാളും ഭഗവാന്മാർക്ക് എല്ലാം അറിയാം. ഭൂതം ഭാവി വർത്തമാനം അവർക്കെല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ 120 വയസ്സ് വരെയാണ് ഇവിടെ ഞാൻ ഗണിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് വാർദ്ധക്യമായിരിക്കും ശുക്രദശയില്. എന്നാലും നിങ്ങളുടെ ശുക്രൻ നിങ്ങൾ ജീവിച്ച് ഭൂമിയിലുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ചെറുമക്കൾക്കും ഒക്കെ അതിന്റെ ശ്രേയസ്കരമായ 20 വർഷമാണ് ശുക്രദശ. അപ്പൊ അതിന്റെ പുണ്യം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ പുണ്യവശങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾക്ക് അല്ലെ കൊച്ചുമക്കൾക്ക് നിങ്ങൾക്ക് ഭവനത്തിലുള്ളവർക്കൊക്കെ ആ ശുക്രന്റെ പ്രഭാവവും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകും. ആ സമയത്ത് അന്നലക്ഷ്മി അല്ലെങ്കിൽ മഹാലക്ഷ്മി, ശുക്രനെ വിളിക്കുമ്പോൾ മഹാവിഷ്ണുവിനെ വിളിക്കാം, മഹാലക്ഷ്മിയെ വിളിക്കാം. ഇതൊക്കെയാണ് ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. മിക്കവാറും നിങ്ങൾ ഔഷധ സേവയും അല്ലെ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലൊക്കെയുമായിരിക്കും ഈശ്വരന്റെ ആയുസ്സിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതാണ് പറയാനുള്ളത്. അടുത്തത് ആദിത്യ ദശയാണ്. 6 വർഷമാണ്. അപ്പം 120 വയസ്സ് വരെ ഗണിക്കാന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചുവല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് ഈശ്വരൻ ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ 120 വയസ്സ് വരെ ആയുസ് ഒരു അസംഭവമാണ്. അപ്പൊ എന്നാലും ആ ദശാകാലത്തിന്റെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ദശയിൽ അലച്ചിൽ തന്നെയുള്ള കാലങ്ങൾ തന്നെയാണ്. അപ്പം ആ സമയത്ത് ഗ്രഹമാറ്റങ്ങൾ കൊണ്ടും ഒക്കെ കൊണ്ടും ഒരു ദുഃഖകരമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകാം. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ആയുസിന്റെ കണക്ക് പുസ്തകം ഭഗവാന്റെ കൈ നിക്ഷിപ്തമാണ്. എങ്കിലും ആ ആദിത്യ ദശയിൽ അലച്ചിലാണ്. ആദിത്യനെ ഭജിക്കാവുന്നതാണ്. ആ സമയത്ത് ഓ ആദിത്യായ നമ എന്നാണ് ആദിത്യന്റെ ഹൃദയമന്ത്രം. ആദിത്യ ഹൃദയ സ്തോത്ര മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. അല്ലെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓ ആദിത്യായ നമ എന്ന ആദിത്യ ദശ ജപിക്കാവുന്നതാണ്. ഇതിപ്പോ ഈ സമയത്ത് ഈ വ്യക്തി ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞാൽ പോലും ആദിത്യനെ പറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആദിത്യ ദശയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആദിത്യനെ ഭജിക്കുക. അതേപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ആദിത്യന്റെ അനുഗ്രഹം വാങ്ങാം. ഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓ ആദിത്യായ നമ എന്ന് ജപിച്ചാൽ ആദിത്യന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയാൽ ഭഗവാൻ എല്ലാ നവഗ്രഹങ്ങളുടെ എല്ലാ മന്ത്രങ്ങളും അവിടെ എഴുതി വെച്ചേക്കും. അറിയത്തില്ലാത്തവർക്കാണ് അത് നോക്കിയായാലും നമുക്ക് ആ നവഗ്രഹങ്ങളെ ഭജിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഭഗവാന്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടുള്ള നക്ഷത്രം തന്നെയാണ് രോഹിണി നക്ഷത്രം. അവരിരിക്കുന്നവർക്ക് ഭക്ഷണത്തിനും ഒരു വസ്ത്രലാഭം, ഭക്ഷണ ലാഭം, അതേപോലെ ഒരു ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാൻ 18 യുദ്ധം നടന്നപ്പം സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്, ഭഗവാനാണ് പോയിട്ട് ആ 18 യുദ്ധത്തിന്റെ നൂറ്റൂരും കൗരവരുമായിട്ടുള്ള യുദ്ധത്തിന് സംസാരിക്കാൻ ഭഗവാനെയാണ് മീഡിയേറ്ററായിട്ട് വിട്ടത്. അപ്പോൾ ക്ഷമയും സമാധാനവും ഒക്കെ ഉള്ള ഒരു നക്ഷത്രമാണ്. മാതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. പിതാവിനേക്കാൾ ഉപരി മാതാവിനെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. എപ്പോഴും മാതാവിന്റെ കരുതലും ശ്രദ്ധയും ഒക്കെയും കിട്ടുന്ന മക്കളുമാണ് ഇവര് ഈ രോഹിണി നക്ഷത്രക്കാർ. ഐശ്വര്യവും ധനധാന്യങ്ങളും, സ്ത്രീ നക്ഷത്രമാണെങ്കിലും പുരുഷ നക്ഷത്രം രോഹിണിയാണെങ്കിലും ഇരിക്കുന്നിടത്ത് കാര്യപ്രാപ്തി, ഐശ്വര്യം, ധനലാഭം, വസ്ത്രലാഭം എപ്പോഴും അതിൽ മറ്റുള്ളവർക്ക് ഇവരുടെ ഗുണം കിട്ടുമെന്നുള്ളതാണ്. ഇവർ ഇരിക്കുന്ന വീട്ടിലും അല്ലെ ഇവരുള്ള ഭവനത്തില് ഇവരുടെ വ്യവസായ സ്ഥാപനത്തിലുണ്ടല്ലേ മുതലാളിക്ക് ഏറ്റവും ഉത്തമമായിരിക്കും. കാര്യം ബിസിനസ്സിൽ പുരോഗമനം കൊണ്ടുവരാനും അല്ലെ ഒരു ഐശ്വര്യം അതിലേക്ക് ആകർഷിക്കാനും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇവരിയ്ക്കുന്നിടത്തെല്ലാം നന്മയും നല്ല സമൃദ്ധിയും ഒക്കെയുമായിരിക്കും. ധനധാന്യ ഭക്ഷണങ്ങളും ഒക്കെയും അന്നപാനീയങ്ങളൊക്കെ ഇവർക്ക് സമൃദ്ധിയായി ലഭിക്കും. അപ്പം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും
പുണ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ. ഈ രാമായണ മാസത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ തരട്ടെ എന്ന് രോഹിണി നക്ഷത്രക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 27 നക്ഷത്രക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം മകയിര നക്ഷത്രവുമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.